വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. SSLCയിലെ ബയോളജിയിലെ 3rd ചാപ്റ്റർ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റേസിസിലെ ഫസ്റ്റ് പാർട്ട് ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ആഫ്റ്റർ ഡൈജഷൻ. ആഫ്റ്റർ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദഹനത്തിന് ശേഷം. അതിപ്പോൾ ദഹനത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു? നമുക്കറിയാം, ദഹനം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ? അതിൽ നിന്ന് ന്യൂട്രിയൻസ് കിട്ടാൻ, അല്ലേ? നമ്മുടെ ആരോഗ്യത്തിന് ന്യൂട്രിയൻസ് കിട്ടാൻ. അപ്പോൾ ദഹനത്തിന് ശേഷം അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ബ്ലഡിലേക്ക് എത്തണം. അപ്പോൾ ബ്ലഡിലേക്ക് എത്തുന്നതിന് സെല്ലുകൾ വേണം, സെല്ലുകളിലൂടെ എത്തുന്നു. അപ്പോൾ ഈ ആഫ്റ്റർ ഡൈജഷന് ശേഷം അത് പാൻക്രിയാസിലൂടെ കടക്കുന്നുണ്ട്. അതായത് അതിൽ നിന്നുള്ള അബ്സോർബ്ഡ്, അതായത് അതിൽ നിന്നുള്ള നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് എനർജി എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ആണല്ലോ. ഭക്ഷണത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റെ ഗ്ലൂക്കോസിൻ്റെ ആ ഒരു കയറ്റയിറക്കം, ഗ്ലൂക്കോസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രക്രിയ എങ്ങനെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ആഫ്റ്റർ ഡൈജഷനിൽ നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഡൈജഷന് ശേഷം ഫോം ചെയ്യുന്നു. ഈ ഗ്ലൂക്കോസ് നമുക്ക് ആരോഗ്യത്തിന് ലഭിക്കണമെങ്കിൽ അത് ബ്ലഡ് അബ്സോർബ് ചെയ്യണം, അല്ലേ? അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. യു ഹാവ് ലേൺഡ് ദാറ്റ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡൈജഷൻ ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. ഡൈജഷന് ശേഷം നമ്മുടെ ഭക്ഷണത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതിന് ബ്ലഡിൽ നിന്നാണ് അത് അബ്സോർബ് ചെയ്യുന്നത്. ദീസ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് മസ്റ്റ് റീച്ച് സെൽസ് ടു പ്രൊഡ്യൂസ് എനർജി. നമുക്കറിയാം, ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആണ് നമുക്ക് എന്ത് തരുന്നത്? എനർജി തരുന്നത്. അപ്പോൾ ഈ ഒരു എനർജി തരുന്നതിന് നമുക്കൊരു ഗ്ലാൻഡ് ഉണ്ട്, അതാണ് പാൻക്രിയാസ്. പാൻക്രിയാസ് എന്ന് പറയുന്നത് ഡിയോഡിനത്തിനടുത്താണ്. ഇതാണ് ഡിയോഡിനം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ബാക്കി പോലെയാണ്. ഇതാണ് ഡിയോഡിനം, ഇതാണ് പാൻക്രിയാസ്. പാൻക്രിയാസിലൊരു ഭാഗമാണ്. ഇപ്പോൾ ഈ പാൻക്രിയാസ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഗ്ലൂക്കോസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ. അതായത് ഫുഡിൽ നിന്ന് നമുക്ക് എനർജിക്ക് ലഭിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ ഡിക്രീസിങ്ങും ഇൻക്രീസിങ്ങും അതൊരു മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഈ ഒരു പാൻക്രിയാസ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ആ പാൻക്രിയാസിൽ ഒത്തിരി സെല്ലുകളുണ്ട്. ആ കോശങ്ങളുടെ ഒരു കൂട്ടമാണ് എന്തെന്ന് പറയുന്നത്? ഐലറ്റ്സ് ഓഫ് ലാംഗറൻസ്. കണ്ടോ? ഐലറ്റ്സ് ഓഫ് ലാംഗറൻസ് എന്ന് പറയുന്നത് ആ സെല്ലുകളുടെ കൂട്ടത്തിനെയാണ്. ഇതിൽ ഏറ്റവും കുറച്ച് ഈ കാണപ്പെടുന്ന ഇതാണ് ആൽഫ സെല്ല്, ഇതാണ് ബീറ്റ സെല്ല്. രണ്ട് തരം സെല്ല് നമ്മൾ ഈ വർഷം പരിചയപ്പെടുന്നത്, ആൽഫ സെല്ലും ബീറ്റ സെല്ലും. അപ്പം നമ്മൾ പറഞ്ഞു ഡിയോഡിനത്തിലെ പാൻക്രിയാസ് ഇരിക്കുന്ന കാര്യം. ഇതാണ് അതിൻ്റെ പാൻക്രിയാസ് എന്ന് പറഞ്ഞു. നമ്മൾ അതിനകത്ത് 2 ടൈപ്പ് സെല്ല് ഉണ്ടെന്ന് പറഞ്ഞു, ആൽഫ സെൽസും ബീറ്റ സെൽസും. അപ്പോൾ എന്താണ് ഈ പാൻക്രിയാസ്? പാൻക്രിയാസ് എന്ന് പറയുന്നത് ഒരു ഗ്ലാൻഡ് ആണ്. ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ഡിയോഡിനം. നമ്മൾ നേരത്തെ കാണിച്ചു, ഈ ഒരു ഡിയോഡിനത്തിൻ്റെ അടുത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഒരു സെല്ല് പോയിട്ട് കണക്ട് ചെയ്യുന്ന കണ്ടോ? ഈ ഡിയോഡിനം എന്ന് പറയുന്നത് കണ്ടിന്യൂഷൻ ഓഫ് ദ സ്റ്റൊമക്ക് ആണ്. അതിൻ്റെ അകത്ത് ബീറ്റ സെല്ലുണ്ട്, ആൽഫ സെല്ലുണ്ട്. ദ ബീറ്റ സെൽസ് ഇൻ ദ സെൽ ക്ലസ്റ്റർ ഓഫ് ദിസ് ഗ്ലാൻഡ് കോൾഡ് ഐലറ്റ്സ് ഓഫ് ലാംഗറൻസ്. ഈ ബീറ്റ സെല്ലുകളുടെ ഒരു കൂട്ടം തന്നെയാണിത്. അതിനെയാണ് ഐലറ്റ്സ് ഓഫ് ലാംഗറൻസ് എന്ന് പറയുന്നത്. എന്താണ് ഐലറ്റ്സ് ഓഫ് ലാംഗറൻസ്? ഇത് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഏത് ഹോർമോണാണ് ബീറ്റ സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻസുലിൻ. അതുപോലെ തന്നെ ആൽഫ സെൽ ഏത് ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗ്ലൂക്കഗൺ. ഞാൻ പറഞ്ഞു, ഈ ചാപ്റ്ററിൽ നമ്മൾ ഹോർമോണുകളെയാണ് പരിചയപ്പെടുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അതിൽ ഹോർമോണിനെ എന്താണെന്നും ഹോർമോൺ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതിനുള്ള ചെറുതായിട്ടുള്ളൊരു സ്റ്റെപ്പും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റത്തെ ടോപ്പിക്കിൽ നമ്മൾ പരിചയപ്പെട്ടത്, ഹോർമോൺ ടു ടാർഗറ്റ് സെൽസ്. ഇതിൻ്റെ അകത്ത് നമ്മൾ 2 ഹോർമോണുകളെ നമ്മൾ പരിചയപ്പെടുകയാണ്. ഒന്ന് ഇൻസുലിനും രണ്ടാമത്തത് ഗ്ലൂക്കഗൺ. അതിൽ ഗ്ലൂക്കഗൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് സെല്ലാണ്? ആൽഫ സെൽ. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് സെല്ലാണ്? ബീറ്റ സെൽ. അങ്ങനെ 2
സെല്ലുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഈ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ഐലറ്റ്സ് ഓഫ് ലാംഗറൻസ് എന്ന് പറയുന്ന കോശത്തിൻ്റെ കൂട്ടത്തിന്. ഇനി നമുക്ക് ആ ഇൻസുലിനും ഗ്ലൂക്കഗണും ഈ 2 ഹോർമോണുകളുടെ ഫങ്ഷൻ നോക്കാം. ഇൻസുലിൻ എന്ന് പറയുന്നത് സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആണ്. അതായത് സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കൺവേർട്സ് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ ഇൻ ദ ലിവർ ആൻഡ് മസിൽ. ലിവറിലും മസിലും ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. മലയാളം മീഡിയക്കാർക്ക് ഇത് ടഫാണ്, കാണിച്ചു തരാം കേട്ടോ. ഗ്ലൂക്കഗൺ അവർക്ക് വേണ്ടി ഞാൻ പറയാം. ഗ്ലൂക്കഗൺ കൺവേർട്സ് എ ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ദ ലിവർ ടു ഗ്ലൂക്കോസ്. ലിവറിൽ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അതുപോലെ തന്നെ സിന്തസൈസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്. മലയാളം മീഡിയക്കാർക്ക് ഞാൻ അത് കാണിച്ചു തരാം എന്താണെന്ന്. അവരുടെ ടെക്സ്റ്റിൽ ഇങ്ങനെയാണ്: ഇൻസുലിൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. നമുക്കറിയാം ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു ഹോർമോണാണ്, പ്രൊഡ്യൂസ്ഡ് ബൈ ബീറ്റാ സെൽ. ഈ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ സെല്ലുകളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അതുപോലെ തന്നെ കരളിലും പേശികളിലും മസിൽസിലും കാണപ്പെടുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നു. നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ആയിട്ടാണല്ലേ ഫുഡിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നു. അതുപോലെ തന്നെ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിപ്പിക്കുന്നു. ഗ്ലൂക്കഗൺ എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത് എന്താണ്? അതും ഒരു ഹോർമോണാണ്, പ്രൊഡ്യൂസ്ഡ് ബൈ ആൽഫ സെല്ലാണ്. അത് കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. നേരെ തിരിച്ച്, അതായത് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുകയും ഗ്ലൂക്കോസിനെ സെല്ലുകളിലേക്ക് പ്രവേശിപ്പിക്കുന്നതും ഇൻസുലിൻ. നേരെ തിരിച്ച് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയും അതുപോലെ തന്നെ അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്നതും ഗ്ലൂക്കാഗോണാണ്. അപ്പോൾ ആ 2 കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. അതാണ് ഇൻസുലിനും ഗ്ലൂക്കാഗോണും. നമ്മുടെ ശരീരത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ ഗ്ലൂക്കഗൺ എന്ന് പറയുന്നത് എന്താ പറയുക, ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുന്ന രീതിയിലും ഇൻസുലിൻ എന്ന് പറയുന്നത് ബാക്കി വരുമ്പോൾ അത് ഗ്ലൈക്കോജനാക്കി മാറ്റി സ്റ്റോർ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാവും? ഇൻസുലിൻ വന്നു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് കുറയുമ്പോൾ അതൊന്ന് കൂട്ടിത്തരാൻ സഹായിക്കുന്നു. കാരണം അവിടെ ഒത്തിരി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി. അപ്പം അങ്ങനൊരു അവിടെ ഒരു എന്താ പറയുക, ഒരു ഇച്ചിരി മോറലായിട്ട് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ സാധാരണ നമ്മുടെ ശരീരത്തിൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഈ 2 ഹോർമോണുകൾ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് വേണം? ഒരു നിശ്ചിതമായിട്ടുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് വേണം. ആ ഗ്ലൂക്കോസിൻ്റെ അളവാണ് 70 to 110 മില്ലിഗ്രാം. അത് 100 മില്ലി എടുത്താൽ അതിൽ 70 മുതൽ 110 മില്ലിഗ്രാം വരെ അതിൽ ഗ്ലൂക്കോസിൻ്റെ അളവിനെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് ഈസ് മെയിൻറ്റൈൻഡ് ബൈ ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗൺ. അങ്ങനെ ഈ ഗ്ലൂക്കോസ് ബ്ലഡിൽ ഈ ഗ്ലൂക്കോസിൻ്റെ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇൻസുലിനും ഗ്ലൂക്കാഗോണുമാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് 70 to 110 മില്ലിഗ്രാം പെർ 100 മില്ലി ആണെന്ന്. അതായത് നമ്മുടെ ബ്ലഡിൽ 100 മില്ലി നമ്മുടെ ബ്ലഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 70 മുതൽ 110 മില്ലിഗ്രാം വരെ നമുക്ക് ഗ്ലൂക്കോസിനെ കാണാൻ സാധിക്കുന്നു. അത് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞു ഇൻസുലിനിൽ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കഗൺ ആയി സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ കണ്ടു അല്ലേ. ഗ്ലൂക്കോഗൺ ആയിട്ട് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ട് ലിവറിലും മസിൽസിലും സ്റ്റോർ ചെയ്യുകയല്ല, കൺവേർട്ട് ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലായി അപ്പോൾ അവിടെ ഗ്ലൂക്കോസ് എത്തുന്നുണ്ട്. അപ്പോൾ ഗ്ലൂക്കോസ് ഉണ്ട് അവിടെ ഇൻസുലിനിൽ. അപ്പോൾ ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്ന സമയത്ത് ഇൻസുലിന് പിന്നെ ഗ്ലൂക്കോസ് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ കൂടി നിൽക്കുന്ന സമയത്ത്? ഓക്കെ, അതായത് ഇൻസുലിൻ എന്ന് പറയുന്നത് എന്താണ്? സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂളാണ്. അപ്പോൾ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് മോളിക്യൂൾ എടുക്കുന്ന ഒരു പരിപാടി. അപ്പോൾ ഇത്രയും ഗ്ലൂക്കോസ് ഇരിക്കുന്ന സമയത്ത് ഇനി ഇൻസുലിൻ വീണ്ടും ഗ്ലൂക്കോസിനെ കൊണ്ടുവരണോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ തെറ്റാണ്. നമുക്കറിയാം
ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു ഷുഗറിൻ്റെ ഫോമാണ്. അപ്പോൾ ഷുഗറിൻ്റെ ഫോം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ഷുഗർ കൂടിയ പേഷ്യൻസിന് ഇൻസുലിൻ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന കേസ്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഷുഗർ കൂടുന്നൊരു പേഷ്യൻറ്റിന് നമ്മൾ ഇൻസുലിൻ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു, വിച്ച് മീൻസ് ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത്, ഗ്ലൂക്കോസ് ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇൻസുലിൻ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കഗൺ ഡിക്രീസ് ചെയ്യുന്നു. നേരെ തിരിച്ച് ഇവിടെ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇൻസുലിൻ ഇഞ്ചെക്റ്റ് ചെയ്യണോ? വേണ്ട, അല്ലേ? ഇൻസുലിൻ ഇഞ്ചെക്റ്റ് ചെയ്യേണ്ട. അപ്പോൾ അത് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഡിക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോഗൺ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കാഗോൺ ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് മെത്തേഡ് ഓഫ് റെഗുലേഷൻ അവിടെ നടക്കുന്നത്. ഇനി ഒരു മനുഷ്യനിൽ നമ്മൾ ഡയബറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷനെ കേട്ടോ, നമ്മൾ ഇൻസുലിൻ കുത്തിവെക്കുന്ന കേസൊക്കെ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇൻസുലിൻ ഫെയിൽ ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം. How does the deficiency of insulin or the inability of cells to use insulin affect the body? Text നോക്കുക. How does the deficiency of insulin or the inability of cells to use insulin affect the body? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഗ്ലൂക്കോസ് കൂടിയ പേഷ്യൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻസുലിൻ ഇൻജെക്റ്റ് ചെയ്യുന്നു. നമുക്ക് നോക്കാം. അപ്പോൾ ഡെഫിഷ്യൻസി, അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണ് കേട്ടോ. ഇനി ഈ ഇൻസുലിൻ്റെ അളവ് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് എന്താണ് അതിൻ്റെ കാരണം? എന്തുകൊണ്ടായിരിക്കും അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇൻജെക്റ്റ് ചെയ്യുന്ന അവസ്ഥ വരുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽ. കാരണം ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന സെല്ല് ഏതാണ്? ബീറ്റാ സെല്ലാണ്. അങ്ങനെയാണെങ്കിൽ ഇൻസുലിൻ ഡിക്രീസ് ചെയ്യുക, അതിൻ്റെ പ്രൊഡക്ഷൻ കുറയുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബീറ്റാ സെല്ലിൻ്റെ നാശമാണ്. അല്ലെങ്കിൽ ഇന്നേബിലിറ്റി to utilize the insulin produced. ഇന്നബിലിറ്റി എന്ന് പറയുന്നത് അതിനറിയാതെ ഓഫ് സെൽസ് ടു യൂട്ടിലൈസ് ദ ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ്. ഇൻസുലിൻ എങ്ങനെ ഉപയോഗിക്കാം എന്നറിയാതെ എന്നാണ് അർത്ഥം. അതായത് അതിനുള്ള കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനക്ഷമത നശിക്കുക എന്നാണ് അവിടെ വരുന്നത്. അതിന് പറ്റില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽ ആണ് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്നത്. അപ്പോഴാണ് ഇൻസുലിൻ കുത്തിവെക്കുന്നത്. അതായത് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ അവിടെ ഇല്ലാണ്ടാവുമ്പോഴാണ് നമ്മൾ ഇൻസുലിൻ ഇൻജെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഡ്യൂ ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽസ് or the inability of cells to utilize the insulin produced raises the level of glucose in blood. Excess glucose. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ കുറയുകയോ അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാതെ വരികയാണെങ്കിലാണ് അവിടെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയും അവിടെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യുന്നത്. ഇനി എക്സസ് ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ, ഒരുപാട് ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇൻസുലിൻ നമ്മൾ ഇൻജെക്റ്റ് ചെയ്യുന്ന കാര്യമില്ല, ഇൻസുലിൻ കൂടുന്നു, ഗ്ലൂക്കാഗോൺ കുറയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡിൽ എക്സസ് ഗ്ലൂക്കോസ് വരികയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചില പ്രവർത്തനങ്ങൾക്ക് വ്യത്യാസം വരും. അതായത് ഒരുപാട് കൂടുകയാണെങ്കിൽ അത് യൂറിനിലൂടെ പുറത്തേക്ക് തള്ളും. അപ്പോൾ യൂറിനിലൂടെ പുറത്തേക്ക് തള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വിശപ്പും കൂടും, ദാഹവും കൂടും, യൂറിനേഷനും കൂടും. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കും. 126 മില്ലിഗ്രാം 100 മില്ലിയിൽ നിന്നും കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു. ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ ഇൻസുലിൻ്റെ അളവും കൂടുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശരീരം കാണിക്കുന്ന ഇതാണ് വിശപ്പ് കൂടും, ദാഹവും കൂടും, ഒപ്പം തന്നെ ഫ്രീക്വൻറ്റ് യൂറിനേഷനും തോന്നിപ്പിക്കും. ആ ഒരു കണ്ടീഷനെയാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഡയബറ്റിക് പേഷ്യൻ്റാണ്, കേട്ടിട്ടില്ലേ? അതാണ് ഈ ഒരു കേസ്. അതായത് ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതിൻ്റെ ഫലമായി ഇൻസുലിൻ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന കുറവോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതോ മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു. രക്തത്തിൽ അധികരിച്ച ഗ്ലൂക്കോസിനെ മൂത്രത്തിലൂടെ പുറത്തു കളയുന്നു. സാധാരണഗതിയിൽ മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം കാണപ്പെടില്ല, പക്ഷെ കൂടിക്കഴിഞ്ഞാൽ കാണപ്പെടുന്നു. കാരണം അത് എന്ത് ചെയ്യണം? ഈ ശരീരത്തിലെ എക്സസൈസിലെ ഗ്ലൂക്കോസിനെ എങ്ങനെയെങ്കിലും പുറത്തോട്ട് കളയണ്ടേ.
പ്രഭാത ഭക്ഷണത്തിൽ കഴിക്കുന്നതിന് മുമ്പുള്ള രക്തപരിശോധനയിൽ 126 mg/100 ml എന്ന തോതിന് മുകളിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് അവസ്ഥയാണ് പ്രമേഹം. ഈ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ ചെക്കിങ്ങിന് പോകുമ്പം ഫുഡ് കഴിക്കരുതെന്ന് പറയും. എന്തുകൊണ്ടാണ്? ഫുഡ് കഴിക്കുന്നതിന് മുമ്പുള്ളതാണ് 126 mg/100 ml എന്ന് പറയുന്നൊരു കണക്ക്. അതിൽ നിന്ന് കൂടിയിട്ടുണ്ടോ എന്നാണ് അവർ ചെക്ക് ചെയ്യുന്നത്. 126 mg/100 ml അതിൽ നിന്ന് കൂടിയിട്ടുണ്ടോ ചെക്ക് ചെയ്യാണ്. കാരണം അതിൽ നിന്ന് കൂടിയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് അയാളൊരു ഡയബറ്റീസ് പേഷ്യൻ്റ് ആണെന്നാണ് അർത്ഥം. നമുക്ക് ക്വസ്റ്റ്യൻസ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. ദ റീസൺ ഫോർ ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്. എന്താണ് ഗ്ലൂക്കോസിൻ്റെ അളവ് ബ്ലഡിൽ കൂടാൻ കാരണം? എപ്പോഴാണ്? ഇൻസുലിൻ്റെ കേസ് അല്ലേ. ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഡ്യൂ ടു ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽ, അല്ലെങ്കിൽ inability of cells to utilize the insulin produced raises the level of glucose in blood. നമുക്ക് മലയാളം നോക്കാം. എന്താണ് ഗ്ലൂക്കോസിൻ്റെ അളവ് രക്തത്തിൽ കൂടാനുള്ള കാരണം? എന്താണ് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാനുള്ള കാരണം? ഇൻസുലിൻ്റെ അഭാവമോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ്റെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നതോ ശരീരത്തിന് ബീറ്റാ കോശങ്ങളുടെ നശിക്കുന്നതിൻ്റെ ഫലമായി ഇൻസുലിൻ ഉൽപ്പാദനത്തിനുണ്ടാകുന്ന കുറവോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതോ മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കാം. പ്രമേഹ രോഗലക്ഷണവും രോഗനിർണയം. എങ്ങനെയാണ് പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ? വർദ്ധിച്ച വിശപ്പ്, അതുപോലെ തന്നെ കൂടെയുള്ള മൂത്രമൊഴിക്കലുമാണ് പ്രമേഹത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ. ഇംഗ്ലീഷിൽ പറയാം. എന്താണ് സിംറ്റംസ് ഓഫ് ഡയബറ്റിക്സ് ആൻഡ് ഡയഗ്നോസിസ്? അതായത് നമ്മുടെ ഇൻക്രീസ് അപ്പിറ്റൈറ്റ് ആൻഡ് തേഴ്സ്റ്റ് ആൻഡ് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ആർ ദ മേജർ സിംറ്റംസ് ഓഫ് ഡയബറ്റീസ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. എന്താ അടുത്തത്? നമ്മുടെ ശരീരത്തിൽ പ്ലാൻ ആൻഡ് കണ്ടക്ട് ബെനഡിക്റ്റ് ടെസ്റ്റ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. നമ്മൾ ഗ്ലൂക്കോസിൻ്റെ അളവ് യൂറിനുണ്ടോ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസ് ഉണ്ടോയെന്ന്. അതായത് ബെനഡിക്റ്റ് സൊല്യൂഷനിലാണ് നമ്മൾ അതിൻ്റെ മെയിൻ ബെനഡിക്റ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോഴാണ് അതിനകത്ത് മാറ്റം വരുന്നത്. വെറുതെ യൂറിനെടുത്ത് വെച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടാവില്ല. അതിനകത്ത് ബെനഡിക്റ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ അതിനകത്തൊരു ചേഞ്ച് വരുന്നു. അപ്പോൾ അതിൻ്റെ ചേഞ്ചും കാര്യങ്ങളൊക്കെ ആ സൊല്യൂഷൻ്റെ ബോട്ടിലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ലാബിൽ സ്കൂളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ബെനഡിക്റ്റ് സൊല്യൂഷൻ്റെ ബോട്ടിലിൽ അത് എത്ര തുടങ്ങി എത്ര വരെയാണ് ഇന്ന കണ്ടീഷനിലൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കേണ്ടത് 2 ml നമ്മുടെ യൂറിൻ്റെ സാമ്പിൾ ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. അതിലേക്ക് അതേ അളവ് തന്നെ 2 ml ആയിട്ടുള്ള ബെനഡിക്റ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. അതിന് നമ്മൾ 2 മിനിറ്റ് തന്നെ ചൂടാക്കുക. അങ്ങനെ നമ്മൾ ഒബ്സർവ് ചേഞ്ച് ഇൻ കളർ, ഫോർമുലേറ്റ് ഇൻഫ്ലുവൻസ് ബൈ കമ്പയറിങ് ഗ്ലൂക്കോസ് ഇൻഡിക്കേറ്റർ. ആ ഒരു ബോട്ടിൽ ഗ്ലൂക്കോസ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഓൺ ദ റിയാജൻ ബോട്ടിൽ എന്ന് പറയുന്നത് ഈ ഒരു ബെനഡിക്റ്റ് സൊല്യൂഷൻ്റെ ബോട്ടിലാണ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ 2 ml സാമ്പിൾ എടുക്കുക. അതിലേക്ക് 2 ml ബെനഡിക്റ്റ് സൊല്യൂഷൻ ലൈനി ചേർക്കുക. 2 മിനിറ്റ് ചൂടാക്കുക. നിറം മാറ്റം നിരീക്ഷിക്കുക. റിയേജൻ ബോട്ടിലെ ഗ്ലൂക്കോസ് സൂചകവുമായി താരതമ്യം ചെയ്ത് നിഗമനങ്ങളിലെത്തും. അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എത്ര ആണെങ്കിൽ എത്ര വരെയുള്ളതാണ് ഡയബറ്റീസ് കണ്ടീഷൻ, എത്ര ഗ്ലൂക്കോസിൻ്റെ കാര്യങ്ങളെല്ലാം ആ റിയേജൻ ബോട്ടിൽ കൊടുത്തിട്ടുണ്ടാവും. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതിലെന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.